അതിർത്തിക്കപ്പുറത്തെ ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ നിർണായക സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഭീകരർ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന സമയം ഒഴിവാക്കിയാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിൽ നടന്ന രൺ സംവാദ് ഫോറത്തിലാണ് സൈന്യത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത്. ഭീകര ക്യാമ്പുകളിൽ നമസ്കാരം നടക്കുന്ന സമയം ആക്രമണത്തിനായി തിരഞ്ഞെടുക്കില്ലെന്ന് സൈന്യം നേരത്തെ തീരുമാനിച്ചിരുന്നു. സബ്കാ മാലിക് ഏക് ഹേ എന്ന തത്വത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനാ സമയം ഒഴിവാക്കി മറ്റ് സമയങ്ങൾ ഓപ്പറേഷനായി നിശ്ചയിച്ചത്, അദ്ദേഹം വ്യക്തമാക്കി. സൈന്യത്തിൻ്റെ കൃത്യമായ സമയക്രമവും തന്ത്രപരമായ നീക്കങ്ങളുമാണ് ദൗത്യം വിജയകരമാക്കിയതെന്ന് കരസേനാ മേധാവി കൂട്ടിച്ചേർത്തു. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചത്. പാക് അതിർത്തിയിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളും ലോഞ്ച് പാഡുകളും തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ ദൗത്യം ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായെന്ന് ജനറൽ ദ്വിവേദി വിശേഷിപ്പിച്ചു. ഓപ്പറേഷന് ശേഷം ഇൻഫർമേഷൻ വാർഫെയർ, സൈക്കോളജിക്കൽ ഡിഫൻസ് എന്നീ മേഖലകളിൽ ഇന്ത്യൻ കരസേന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം വിഭാഗങ്ങളുടെ രൂപീകരണത്തിലൂടെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സൈന്യം കൂടുതൽ കരുത്താർജിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭീകരതയ്ക്കെതിരെ വീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും സാംസ്കാരികവും മാനുഷികവുമായ മര്യാദകൾ പാലിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം ലോകത്തിന് മാതൃകയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ.